യേശു അവൻ്റെ പിന്നാലെ പോകാൻ നമുക്ക് തന്നിരിക്കുന്ന ഈ കുരിശിൻ്റെ പാത, ഈ കുരിശിൻ്റെ വഴിയിൽ നീ ഉപേക്ഷിച്ച് പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, മടുത്തെന്ന് പറഞ്ഞു പോകാതെ, കുരിശ് മുഖത്തേക്ക് വലിച്ചെറിയാതെ, ഈ കുരിശിലൊരു വിജയം കർത്താവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, മഹത്വത്തിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. അത് നിനക്ക് പ്രാപിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? എന്നോടൊപ്പം 1 മണിക്കൂർ ഉണർന്നിരിക്കണം. അവൻ്റെ കുരിശിൻ്റെ കൂടെ ഉണർന്നിരുന്നാൽ നാം തിരിച്ചറിയുക, ഇനിയുള്ള കുരിശിൻ്റെ വഴികളിൽ നമ്മൾ തളരില്ല, വാടില്ല, നമ്മൾ നിരാശപ്പെട്ടു പോകുകയില്ല. പത്രോസിനെ പോലെ കുരിശ് വരുമ്പോൾ ഓടിപ്പോകുകയില്ല. അപ്പോസ്തലന്മാരെ പോലെ പീഡനങ്ങൾ വരുമ്പോൾ നമ്മൾ വിട്ടുപോകത്തില്ല. അതിന് നമുക്കെന്ത് വേണം? ക്രിസ്തു അവൻ ചെയ്ത അവൻ്റെ സ്നേഹത്തിൻ്റെ ഒരടയാളം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഈ ബലിപീഠം നമ്മളെ സൂചിപ്പിക്കുന്നത്, ഈ ഗാഗുൽത്ത സൂചിപ്പിക്കുന്നത് കുറേ അടയാളങ്ങളുണ്ട്. നിങ്ങൾ എന്താണ് അതിലൂടെ കാണുന്നത്? ഞാൻ കാണുന്ന ഇത്രയേ ഉള്ളൂ. അവൻ മഹത്വത്തിൻ്റെ ദൈവമായിരുന്നു, അവൻ സ്വർഗത്തിൻ്റെ ദൈവമായിരുന്നു. പക്ഷേ അവൻ്റെ രൂപം മാറിയത്, അവൻ പുൽത്തൊഴുത്തിൽ ജനിക്കാനിടയായത്, മനുഷ്യൻ്റെ കൂടെ വസിക്കാനിടയായത്, മനുഷ്യൻ്റെ തുപ്പൽ കൊള്ളാനിടയായത്, മനുഷ്യൻ്റെ കുരിശ് അവനെ ഏൽക്കാനിടയായത് എന്തിനാണെന്നറിയാമോ? അവൻ എന്നെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളം മാത്രമാണ്. അമ്മമാർക്കും മക്കൾക്ക് കൊടുക്കാൻ ഒരു അടയാളം കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ പൊക്കിൾ കൊടിയിൽ നിന്നാണ് നീ ജനിച്ചതെന്ന് നിൻ്റെ ജീവിതത്തിൽ മരണം വരെ മറക്കാതിരിക്കാൻ ഒരടയാളമാണ് നിൻ്റെ ഉദരത്തിലുള്ള പൊക്കിൾ കൊടിയുടെ അടയാളം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ എത്ര ഉന്നതനായാലും, എത്ര ബലവാനായാലും, അവൻ്റെ അപ്പനെയും അമ്മയെയും നിന്ദിക്കാനോ ചവിട്ടാതിരിക്കാനോ മുഖത്ത് തുപ്പാനോ അവനെ അപമാനിക്കാനോ ഇടയാകാതിരിക്കാനാണ് ദൈവം മായ്ച്ചാൽ മായ്ക്കാത്തൊരടയാളം അവൻ്റെ ഉദരത്തിൽ പൊക്കിൾ കൊടിയായിട്ട് കൊടുത്തിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ സർജറി നടത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഷെയ്പ്പുകളൊക്കെ മാറ്റാം, മുഖം മാറ്റാം, കൈകാലുകൾ മാറ്റാം, ഗ്രാഫ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ സ്കിൻ പിടിപ്പിച്ചിട്ടോ, അതല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ അത്യാധുനികമായി എല്ലാ സൗകര്യങ്ങൾ കൊണ്ടും നമുക്ക് നമ്മുടെ ഷെയ്പ്പും ഭാവവും മാറ്റാം. പക്ഷേ പൊക്കിൾ കൊടിയുടെ ഈ ചുഴി മാറ്റാനായിട്ട് വൈദ്യശാസ്ത്രത്തിന് ഇപ്പോൾ പറ്റിയിട്ടില്ലെന്നാണ് പറയുന്നത്. കാര്യം എന്താണെന്നറിയാമോ? എത്ര ഉന്നതനായാലും ഇന്നലകളിൽ നീ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഈ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ കുരിശെന്ന് നിൻ്റെ ഹൃദയത്തിൽ നീ ധ്യാനിച്ചാൽ, നിൻ്റെ ഹൃദയത്തിൽ ആ കുരിശ് നിലനിന്ന് കഴിഞ്ഞാൽ, അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നിനക്കുണ്ടെങ്കിൽ നിനക്കൊരിക്കലും അവനെ തള്ളിക്കളയാൻ പറ്റുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ ദുഃഖ വെള്ളിയാഴ്ച തീരേണ്ടതല്ല. ഈ കുരിശ് എന്നും കൂടെ ഉണ്ടാകും. ഈ അടയാളങ്ങൾ എന്നും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. എന്തിനാണെന്നറിയാമോ? അവൻ ഇന്നലകളിൽ നിനക്ക് ചെയ്ത എന്തെങ്കിലും ഒരു നന്മകൾ നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ മരണം വരെ അവൻ്റെ സ്നേഹത്തെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. നോമ്പ് കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നൊരു ഭാഗമുണ്ട്. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 1 തൊട്ടുള്ള വചനം. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ലു മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അപ്പോൾ ആഴ്ചയുടെ 1-ാം വട്ടം എന്ന് പറഞ്ഞാൽ എന്നാണ്? ശാബത്തിൻ്റെ ആഴ്ചയുടെ 1-ാം വട്ടം ഞായറാഴ്ചയാണ്. സഭ ഞായറാഴ്ച മഹത്വമായി കാണുവാൻ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ ഓർമ്മ, കെന്താ സഭയുടെ അടയാളം, ഉയർപ്പിൻ്റെ സഭയുടെ അടയാളം. 2-ാമത്തെ കാരണം, പെന്തിക്കോസ്ത പെരുന്നാൾ ആഘോഷിച്ചത് ഞായറാഴ്ചയാണ്. ഇതുകൊണ്ടാണ് സഭ ശാബത്ത് ഞായറാഴ്ചയായിട്ട് ആചരിക്കാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. ഇവിടെ ഇതാ ആഴ്ചയുടെ 1-ാം ദിവസം യേശുവിൻ്റെ കല്ലറയിലേക്ക് ഒരു സഹോദരി കടന്നു വരികയാണ്. സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്. ഇതാ പടയാളികൾ അവിടെയുണ്ട്, നിയമത്തിൻ്റെ സ്വാധീനം അവിടെയുണ്ട്, രാത്രിയുടെ സമയങ്ങളാണ്. ഈ മരണം ഒരു സ്വാഭാവിക മരണമല്ല, കൊലപാതകമാണ്. എന്നിട്ടും ആ സ്ത്രീ അവിടെ അന്വേഷിച്ച് വരാനുള്ള കാരണം എന്താണ്? അതിന് കാരണം പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഇതാ അവളുടെ ജീവിതത്തിൽ ഈ ദൈവം ചെയ്തു കൊടുത്ത ഒരു നന്മയുടെ അടയാളം അവൾക്ക് ഓർമ്മയുണ്ട്. ആ അടയാളം എന്താണ്? അവളുടെ പാപമോചനത്തിൻ്റെ അടയാളമാണ്. സ്ത്രീയെ, നീ പോയിക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുതെന്ന ആ സ്നേഹത്തിൻ്റെ അടയാളം അവൾ സ്വന്തമാക്കിയതിൻ്റെ അനുഭവം
അവളുടെ ഹൃദയത്തിൽ ജ്വലിക്കുന്നത് കൊണ്ടാണ് അവൾ അവളുടെ ജീവൻ വകവയ്ക്കാതെ ഇവനെ തേടി പുറപ്പെട്ടത്. അവൾ ആ സമയത്ത് ആ കല്ലറയിൽ വന്നിട്ട് തോട്ടക്കാരനായി ക്രിസ്തുവിനെ കണ്ടപ്പോഴും അവൾ ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ യജമാനനല്ലേ, തോട്ടക്കാരനല്ലേ, അവൻ്റെ ശരീരമെങ്കിലും എനിക്കൊന്ന് തരാമോ? ഇത്രമാത്രം അവളെ ഈ യേശുവിലേക്ക് അടുപ്പിച്ചത് എന്താണ്? ഈ യേശു ജീവിച്ചിരിക്കെ അവൾക്ക് കൊടുത്തൊരു പാപമോചനത്തിൻ്റെ അനുഭവമുണ്ട്. അവൾക്കൊരു കുരിശുണ്ടായിരുന്നു. ആ കുരിശിൽ അവളുടെ അന്ത്യം കുറിച്ചിരുന്നു. ആ അന്ത്യം കുറിച്ച കുരിശ് ഈ കർത്താവ് ഏറ്റെടുത്തിട്ട് പറഞ്ഞു, നീ വെറുതെ പൊക്കോളുക, ഈ കുരിശ് ഞാൻ സ്വീകരിച്ചോളാം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. സ്നേഹമുള്ളവരെ, ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കാൻ ദൈവം തന്ന അവകാശം, ഈ ഭൂമിയിൽ പാപമില്ലാതെ ജീവിക്കാൻ ദൈവം തന്ന അവകാശമാണ് ക്രിസ്തു എന്ന ബോധ്യം എനിക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ ഞാൻ ക്രിസ്തുവിനെ തേടുകയുള്ളൂ. ഞാൻ പലപ്പോഴും എല്ലാ മനുഷ്യനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിന് ക്രിസ്തുവിനെ തേടുന്നു? 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നെങ്കിൽ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭോഷന്മാർ നിങ്ങളാണ്. ഹല്ലേലൂയ്യ. അപ്പോൾ ക്രിസ്തുവിനെ ഞാൻ എന്തിനാണ് തേടേണ്ടത്? ക്രിസ്തുവിനെ തേടേണ്ടത് ഒറ്റ കാര്യം, ഇതാ എനിക്ക് ക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുന്നത് എൻ്റെ പാപത്തിൻ്റെ മോചനമാണ്. അഥവാ പാപമില്ലാതെ ഈ ഭൂമി ജീവിക്കാൻ എൻ്റെ ദൈവം എനിക്ക് തന്ന അവകാശമാണ് ക്രിസ്തുവെന്ന തിരിച്ചറിവാണ് എനിക്ക് അവനോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. ക്രൈസ്തവ സഭയെ മറ്റ് മതങ്ങളിൽ നിന്ന്, സഭകളിൽ നിന്ന്, കൂട്ടായ്മകളിൽ നിന്ന്, മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തു മാത്രമേ പാപമോചനത്തിലൂടെ ഒരു ജീവിതം നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളൂ. മറ്റ് മതങ്ങളെല്ലാം മരിച്ച് സ്വർഗത്തിൽ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് മറ്റൊരു ജീവിതമാണ് വാഗ്ദാനം ചെയ്തതെങ്കിൽ ഈ ഭൂമിയിൽ നീ ജീവിച്ചിരിക്കെ നിനക്ക് ദൈവത്തെ കാണുവാനും പാപമോചനം ആസ്വദിക്കുവാനും ഈ ഭൂമിയിൽ സ്വർഗം പണിയുവാനുമുള്ള അധികാരമാണ് സത്യത്തിൽ ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ്യ. അതിന് കുരിശിൻ്റെ വഴിയാണ് സ്വർഗം തുറക്കാനുള്ള അടയാളം എന്ന് പറയുന്നത്. ഹല്ലേലൂയ്യ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു അപ്പോസ്തലന്മാരോട് പറഞ്ഞു, ഇതാ ഈ സഭയുടെ അധികാരം ഞാൻ നിനക്ക് തരികയാണ്. നീ സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കും, നിനക്കത് തുറക്കാൻ സാധിക്കും. പത്രോസ് സ്വർഗം തുറന്നതായിട്ട് നമുക്കറിയത്തില്ല. പക്ഷേ പത്രോസ് സ്വീകരിച്ച ഈ പ്രവചനം അത് പകർന്നു കൊടുത്ത സ്തേഫാനോസ് അവൻ്റെ മരണസമയത്ത് അവൻ സ്വർഗം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാ കർത്താവ് അവിടെ നിൽക്കുന്നു, ഇതാ ദൈവം അവിടെ നിൽക്കുന്നു. എപ്പോഴാണ് സാധിച്ചത്? ക്രിസ്തുവിൻ്റെ കുരിശ് പത്രോസ് ഈ സ്തേഫാനോസിന് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു, സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. കുരിശിലൂടെ നീ കടന്നു പോകുമ്പോൾ, ക്ഷമയിലൂടെ നീ കടന്നു പോകുമ്പോൾ സ്വർഗം തുറക്കാൻ നിനക്ക് സാധിക്കും. ഹല്ലേലൂയ്യ. ഭൂമിയിൽ ഒരു മതവും ഇവിടെ ജീവിച്ചുകൊണ്ട് സ്വർഗം തുറക്കാനുള്ള താക്കോല് കൊടുത്തിട്ടില്ല. അവൻ കുരിശിൽ കരുതി എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ താക്കോല് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനാണ്. ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയാണ്, ഇതാ ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു, നിങ്ങളെ എൻ്റെ കൂടെ ഇരുത്താൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയും. ആ ആത്മാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. എന്തിനാണത് പഠിപ്പിക്കുന്നത്? സ്വർഗം തുറക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടുത്തി കൊടുക്കുവാനുമാണ്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. സ്നേഹമുള്ളവരെ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ ആഴമായൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇവൻ്റെ സ്നേഹം പിൻചൊല്ലി നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. നോക്ക് സഹോദരങ്ങളെ, ഈ സഹോദരി ഈ വെളുപ്പാങ്കാലത്ത് ആ കർത്താവിനെ തേടി വരാനുള്ള കാരണം എന്താണ്? ഈ ഒരൊറ്റ കാരണമേ ഉള്ളൂ. അവൻ എനിക്ക് വേണ്ടി ചെയ്തു തന്ന നന്മകളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, എൻ്റെ പിതാവായ ദൈവത്തിനെ, എന്നെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ കൂടെ എന്നെ ഇരുത്തുവാൻ ഇവൻ്റെ ബലിയാണ്, അല്ലെങ്കിൽ ഇവൻ്റെ സ്നേഹമാണ്, ഇവൻ്റെ പാപമോചനമാണ് എനിക്ക് അടിസ്ഥാനം. സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കൽ അവൻ്റെ അടുത്തിരുന്ന് മോനെ എന്ന് ദൈവം വിളിക്കുകയും അപ്പ എന്ന് പറഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കാനും ഈ ഭൂമിയിൽ നമുക്കൊരവസരം തരാൻ ഈ ക്രിസ്തുവല്ലാതെ വേറെ ആരാ നമുക്കുണ്ടായിട്ടുള്ളത്? എന്നെങ്കിലും ഈ ഒരു സ്നേഹം, ഈ ഒരു നന്ദി നമുക്കുണ്ടായിട്ടുണ്ടോ? നമുക്കങ്ങനെ ബോധ്യമുണ്ടോ?
ഈ ഭൂമി ഞാൻ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കും. ഈ ഭൂമിയിൽ എൻ്റെ അപ്പൻ്റെ മടിയിൽ ഞാൻ ഇരിക്കും. അതിനൊരു വാതിലാണ് എൻ്റെ കർത്താവ്. ഈ ബോധ്യമാണ് അവളുടെ പ്രതിസന്ധികളെല്ലാം മാറ്റി അവനെ അന്വേഷിക്കാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. സ്നേഹമുള്ളവരെ, ഞാൻ യേശുവിനെ അന്വേഷിക്കേണ്ടത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അവനെ അറിയുക എന്നുള്ളതാണ്. അവനെ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? ഞാൻ ഒന്നുമല്ലാതിരിക്കെ, ഞാൻ വെറും ശൂന്യനായിരിക്കെ, ഞാനൊരു പാപിയായിരിക്കെ, ഞാൻ ഈ ഭൂമിയിൽ ഒന്നുമല്ലാതിരിക്കെ, നിത്യനായ സർവശക്തനായ ദൈവത്തിൻ്റെ കൂടെ എന്നെയും ചേർത്തിരിക്കുവാൻ ദൈവം മനസ്സായിരിക്കുന്നു. അവൻ അതിൻ്റെ കാരുണ്യം കാണിച്ചിരിക്കുന്നു. അതിനുവേണ്ടി സ്വന്തം പുത്രനെ ബലിയായി കൊടുത്തു. ഈ സ്നേഹമാണ് എന്നെ ഈ ബലിപീഠത്തിലേക്ക് കൊണ്ടുവരേണ്ടത്, മറ്റൊന്നുമല്ല. ഞാൻ എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പറയാൻ നേരത്ത് എനിക്ക് ഈ ഗോകുൽത്ത കാണുമ്പോൾ എനിക്കൊറ്റ ഓർമ്മയുള്ളൂ. ജീവിതത്തിൽ ദൈവമില്ലെന്ന് പറഞ്ഞ നാളുകളിൽ, പൗരോഹിത്യം തൊപ്പിത്തൊഴിലാളി യൂണിയനാന്ന് പറഞ്ഞ കാലയളവിൽ ഈ ശുശ്രൂഷകളെല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ പുറകോട്ട് പോയപ്പോൾ, ഞാൻ ബുദ്ധിമാനാണെന്നും കഴിവുള്ളവനാണെന്നും ധരിച്ചു നടന്ന സമയത്തും എൻ്റെ ഒരു സ്വഭാവവും പരിഗണിക്കാതെ, എൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്നെ ഒന്നും ഇതിൻ്റെ പേര് തള്ളിക്കളയാതെ, ഞാൻ പറഞ്ഞതും ഞാൻ വിശ്വസിച്ചും ഞാൻ തള്ളിപ്പറഞ്ഞതിൻ്റെയും കണക്കുകളൊന്നും അവൻ നോക്കാതെ പിതാവായ ദൈവത്തിൻ്റെ കൂടെ എന്നെ ഇരുത്താൻ അവൻ കാണിച്ച കാരുണ്യമാണ് എന്നെ ഈ ബലിപീഠത്തിലേക്കും ഈ സുവിശേഷത്തിലേക്കും എന്നെ അടുപ്പിച്ചത്. ഒരു നല്ല കുമ്പസാരം നടത്തി കഴിഞ്ഞപ്പോൾ പുരോഹിതനിലൂടെ എന്നോട് അവൻ പറഞ്ഞു, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, നീ പൊക്കോ. സത്യത്തിൽ ആ ഒറ്റ വാക്കാണ് ഇന്നെനിക്ക് അവനോടുള്ള സ്നേഹത്തിൻ്റെ ആഴമെന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ഭൂമിയിൽ ആ ഒരു സ്നേഹമാണ് അവനോട് വേണ്ടത്. എന്തെങ്കിലും ഒരു നന്മയുടെ നേട്ടത്തിൻ്റെ കണക്കുകളല്ല നമുക്ക് വേണ്ടത്. അവൻ ബലിയായി തീർന്നത് മകളെ കെട്ടിച്ചു വിടാനല്ല. അവൻ ബലിയായി തീർന്നത് IELTS പാസ്സാകാനല്ല. അവൻ്റെ രക്തം എനിക്ക് വേണ്ടി ഒഴുക്കിയത് എൻ്റെ കുടുംബത്തിലെ പിശാച് പാതയിൽ നിന്ന് സ്ഥലം വിൽക്കാനുള്ള ലോട്ടറി അടിപ്പിച്ചു തരാനല്ല. പകരം എൻ്റെ പിതാവിൻ്റെ കൂടെ എന്നെ ഇരുത്തുവാൻ അവൻ തൻ്റെ പുത്രനെ ബലി കഴിച്ചു. ഹല്ലേലൂയ്യ. ഈ ബോധമാണ് അവളെ ആ ബലിപീഠത്തിലേക്ക് എത്തിച്ചത്. ആ ബോധം അവൾക്ക് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പ്രതിസന്ധികളെല്ലാം മാറ്റി അവൾ ആ രാത്രി, ആ വെളുപ്പിന് അവിടെ എത്തിയപ്പോൾ തന്നെ തേടി വന്ന ആ വ്യക്തിയുടെ മുമ്പാകെ പിതാവിൻ്റെ അടുക്കൽ പോകാത്ത ദൈവം, മറിയത്തിൻ്റെ അടുക്കൽ പോകാത്ത ദൈവം, അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് പോകാത്ത ദൈവം ആ സ്ത്രീയോട് പറഞ്ഞു, നീ എന്നെ തുടരുത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. എൻ്റെ അപ്പൻ്റെ അടുക്കൽ പോകുന്നതിന് മുമ്പ് ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വന്നത് എന്താണെന്നറിയാമോ? എന്നെ തേടി വരുന്നൊരു വ്യക്തിക്ക് എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുത്തോ എൻ്റെ അമ്മയുടെ അടുത്തോ എനിക്ക് എൻ്റെ അപ്പോസ്തലന്മാരുടെ അടുത്തോ താൻ സ്നേഹിക്കുന്നവരുടെ അടുക്കിലേക്കോ നിൽക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ഈ ബലിപീഠത്തിലേക്ക്, ഈ ദേവാലയത്തിലേക്ക് തന്നെ തേടി തൻ്റെ സ്നേഹം അന്വേഷിച്ച് വരുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ യേശുക്രിസ്തുവിന് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റുകയില്ല. ഇതാണ് ആ സ്ത്രീ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ഈസ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീർന്നെന്ന് പറഞ്ഞ് നമ്മൾ ഇറച്ചിയുടെയും മീനിൻ്റെയും ബാക്കി വെള്ളത്തിൻ്റെയും മുകളിലേക്ക് ഇങ്ങനെ കടന്ന് അടിക്കാൻ നിൽക്കല്ലേ. അതിനപ്പുറത്തേക്കൊരു സുവിശേഷം ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ആ സുവിശേഷം? സുവിശേഷം ഇത്രയേ ഉള്ളൂ. നീ എൻ്റെ സൃഷ്ടിയായിരിക്കെ എൻ്റെ കൂടെ ഇരുത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ എൻ്റെ മകനാണെന്ന് വിളിക്കാൻ എനിക്കൊരു നാണക്കേടില്ല. നീ എൻ്റെ സ്വന്തമാണെന്ന് പറയാൻ എനിക്കൊരു അഭിമാനക്കുറവില്ല. നിനക്കൊരു പക്ഷെ തോന്നും ഇവൻ സത്യത്തിൽ എനിക്ക് വേണ്ടി തന്നെയാണ് ഗുരുജി കയറിയേക്കണത്, അല്ലെങ്കിൽ നിനക്കൊരു പക്ഷെ തോന്നും ദൈവം സത്യത്തിലുണ്ടോ. അവനെ അപ്പ എന്ന് വിളിക്കാൻ നിനക്ക് മടിയാണെങ്കിലും നിന്നെ മോനെ എന്ന് വിളിക്കാൻ എനിക്കൊരു മടിയില്ലെന്നുള്ള പ്രഖ്യാപനമാണ് കുരിശെന്ന് പറയുന്നത്. അതാണ് ഈ ഗോകുൽത്തായുടെ അടയാളം. നീ ദൈവത്തെ കാണുന്നത് നിൻ്റെ സ്വപ്നങ്ങളിൽ വലുതാണെങ്കിൽ ഞാൻ നിനക്ക് കുരിശിൻ്റെ അടയാളത്തിൽ കാണിച്ചു തരികയാണ്. ഈ കുരിശ് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന ഒരടയാളമാണ്. ദുഃഖവെള്ളിയാഴ്ച ദേവാലയത്തിൻ്റെ വാതിൽ ഈ തിരശ്ശീല കീറി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിനൊക്കെ അനേക അർത്ഥങ്ങൾ. ഒരർത്ഥം ഇതാണ്, സ്വർഗവും ഭൂമിയും തമ്മിലുണ്ടായിരുന്ന ആ കമ്മ്യൂണിക്കേഷൻ, ആ മറ ഇതാ നീക്കപ്പെട്ടിരിക്കുകയാണ്. ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പോയ ആ മറ നീക്കപ്പെട്ടിരിക്കുകയാണ്. വാളിലൂടെ കെരൂബുകൾ കറങ്ങിക്കൊണ്ടിരുന്ന വാള് ഇതാ തുറക്കപ്പെട്ടിരിക്കുകയാണ്. അർത്ഥം ഇത്രയേ ഉള്ളൂ, എനിക്ക് നിന്നോടുള്ള സ്നേഹമാണ് ഈ അടയാളം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.
സ്നേഹമുള്ളവരെ, ഇനി താഴോട്ടുള്ള വചനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവൻ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി, ഗുരു എന്നർത്ഥം എന്ന് ഹെബ്രായ ഭാഷയിൽ തന്നെ തേടി വന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു, എന്തിനു നീ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നു? എൻ്റെ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാനുള്ള ആഗ്രഹം, പിതാവായ ദൈവത്തിൻ്റെ സ്വപ്നം ഇതാണ്. നമ്മൾ ഈ ബൈബിൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഏറ്റവും വലിയ രഹസ്യം എന്നാണെന്നറിയാമോ? എന്തിനു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു? എന്തിനാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചേ? അവനെ പറുദീസയിലാക്കിയിട്ട് വെയിലാറിയ സമയത്ത് പിതാവായ ദൈവം ഈ മനുഷ്യൻ്റെ കൂടെ നടക്കും. ഈ ഓശാനയ്ക്ക് എന്തിനാണ് നിങ്ങൾക്കറിയാമോ ഈ കഴുതയെ ഏർപ്പാടാക്കിയത്? രാജാക്കന്മാരൊക്കെ കുതിരപ്പുറത്ത് കയറുമ്പോൾ ഈ കഴുതയെ എന്തിനാണ് കർത്താവ് പിടിച്ചത്? അതും കഴുതക്കുട്ടിയെ പിടിച്ച് എന്തിനാണെന്നറിയാമോ? ഒറ്റ കാര്യമുള്ളൂ, കുതിരയാണെങ്കിൽ പായും, കഴുതയാണെങ്കിൽ മെല്ലെ പോകത്തുള്ളൂ. കഴുത കൊച്ചാണെങ്കിൽ കുറച്ചും കൂടി മെല്ലെ പോകുള്ളൂ. യേശുവിൻ്റെ കൂടെ പ്രായമുള്ളവരുണ്ട്, മുടന്തന്മാരുണ്ട്, കണ്ണു കാണാത്തവരുണ്ട്. അവൻ്റെ കൂടെ നടക്കാൻ, അവരോടൊപ്പമാകാൻ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം മനുഷ്യൻ്റെ കൂടെ നടക്കാനായിരുന്നു. അത് ആദാമിൻ്റെ കൂടെ ആഗ്രഹിച്ചു, ഹവ്വായുടെ കൂടെ ആഗ്രഹിച്ചു, നോഹിൻ്റെ കൂടെ ആഗ്രഹിച്ചു, അബ്രഹാമിൻ്റെ കൂടെ ആഗ്രഹിച്ചു, മോശയുടെ കൂടെ ആഗ്രഹിച്ചു, ദാവീദിൻ്റെ കൂടെ ആഗ്രഹിച്ചു, പ്രവാചകന്മാരുടെ ആഗ്രഹിച്ചു, സ്നാപയോഹന്നാനുടെ ആഗ്രഹിച്ചു. ക്രിസ്തുവിലൂടെ എന്നേക്കുമായി നമ്മുടെ കൂടിയിരിക്കാൻ ആഗ്രഹിച്ചു. ദൈവത്തിന് ഏറ്റവും വലിയ ഇഷ്ടം നമ്മുടെ കൂടിയിരിക്കുക എന്നുള്ളതാണ്. അവൻ മറ്റൊന്നിനും കൊതിക്കുന്നില്ല, നമ്മുടെ കൂടെ. അതുകൊണ്ടല്ല അവൻ സങ്കടപ്പെട്ട് ചോദിച്ചത്, ആകാശമേ നീ ഒന്ന് കേൾക്ക്, ഭൂമിയെ നീ ചെവി തരിക, എൻ്റെ മക്കൾ എൻ്റെ കൂടെ വരുന്നില്ല. ഒരപ്പൻ്റെ ഏറ്റവും വലിയ വേദന ഇതാണ്. അപ്പോൾ എൻ്റെ അപ്പൻ്റെ കൂടെ ഇരിക്കാൻ, എൻ്റെ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാനാണ് ഞാൻ വരുന്നതെങ്കിൽ, സ്നേഹമുള്ളവരെ, അപ്പൻ സുഖമില്ലാതിരിക്കുകയാണേ, അമ്മയ്ക്കും വയ്യാതിരിക്കുകയാണേ, മകൾ വല്ലപ്പോഴും പലഹാരപ്പതി കൊണ്ടുപോയി കൊടുത്തിട്ട് ചെക്കൊപ്പിട്ട് വാങ്ങാനാണെങ്കിൽ അതിന് സ്നേഹം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അല്ലെങ്കിൽ അമ്മയെ സുഖമാണോ എന്ന് ചോദിച്ച് ആ ഉടമ്പടിയുടെ അവസാനം ഒന്ന് ഒപ്പിട്ട്, എഗ്രിമെൻ്റ് ഒപ്പിട്ട് കിട്ടുന്നത് വരെ കാണിക്കുന്ന, നമ്മൾ കാണിക്കുന്ന സ്നേഹമൊന്നുമല്ല ദൈവം കാണിക്കുന്നത്. അവൻ്റെ സ്നേഹത്തിനൊന്നും മാറ്റമില്ല. എന്തെങ്കിലും കിട്ടുമെന്ന്, നിൻ്റെ സ്തോത്രകാഴ്ച കിട്ടുമെന്ന്, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും, നിൻ്റെ ഡൊണേഷൻ കിട്ടുമെന്ന്, അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല ദൈവം നടക്കുന്നത്. പകരം നീ ആരായാലും ശരി, നിൻ്റെ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് നിന്നെ മാത്രം മതി. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതുപോലെ മനുഷ്യനും തിരിച്ചു പറയുകയാണ്, കർത്താവേ, എനിക്ക് നിൻ്റേതൊന്നും വേണ്ട, അത്ഭുതം വേണ്ട, അടയാളം വേണ്ട, എനിക്ക് നീ മാത്രം മതി. ഈ ആഗ്രഹത്തോടെ വന്ന ഈ മറിയത്തെ നോക്കി ദൈവം ഒരു വിളി വിളിച്ചു, മറിയം. അർത്ഥം എന്നാണെന്നറിയാമോ? നീ ദേവാലയത്തിൽ എന്നെ മാത്രം തേടിയാണ് വരുന്നതെങ്കിൽ നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നീ ദേവാലയത്തിൽ വന്നിട്ടുണ്ട്, അവൻ്റെ സ്വരം കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ വന്നിരിക്കുന്ന ലക്ഷ്യം വേറെയാണെന്ന് തിരിച്ചറിയുക. ഞാൻ അവനെ മാത്രം തേടുക. അവനെ തേടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ മറിയത്തിനോട് കർത്താവ് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. മറിയം, എന്നെ തേടി വന്നവളെ, എന്നോടുള്ള സ്നേഹത്തെ പ്രതി വന്നവളെ, ഞാൻ നിനക്കൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. എന്താണ് ക്രിസ്തുവിൻ്റെ ദൗത്യം? അത് സുവിശേഷമാണ്. നീ അപ്പോസ്തലന്മാരോട് പോയി പറയണം, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയണം, ഇന്ന് സുവിശേഷം പറയാൻ ആർക്കാണ് സാധിക്കുന്നത്? വൈദികരായതുകൊണ്ട് സുവിശേഷം പറയാമെന്ന് വിശ്വസിക്കേണ്ട. അൽമാനായതുകൊണ്ട് സുവിശേഷം പറയാൻ പറ്റില്ലെന്ന് വിചാരിക്കേണ്ട. പാപിയായതുകൊണ്ട് ഇതിന് യോഗ്യതയില്ലെന്ന് വിചാരിക്കേണ്ട. ഈ കാലഘട്ടത്തിൽ എനിക്ക് സുവിശേഷം പറയാനുള്ള അവസരം കിട്ടിയെന്ന് നീ പറയേണ്ട. പകരം സുവിശേഷം ആർക്കാണ്? തൻ്റെ സ്നേഹം മാത്രം അന്വേഷിച്ച് വരുന്നവന് ദൈവം കൊടുക്കുന്ന പ്രതിഫലമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് സുവിശേഷം പറയണമെങ്കിൽ
ക്രിസ്തുവിൻ്റെ വചനം വ്യാഖ്യാനിക്കണമെങ്കിൽ, അത് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമെങ്കിൽ അതിന് കത്തേണ്ട തീ എന്ന് പറയുന്നത് ഈ സ്നേഹത്തിൻ്റെ അഗ്നിയായിരിക്കണം. ഈ സ്നേഹം, ഈ അഗ്നി നമ്മുടെ നെഞ്ചത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുരിശുണ്ടല്ലോ, ഈ കർത്താവുണ്ടല്ലോ, അവൻ എനിക്ക് വേണ്ടി മരിച്ചവനാണെന്നും ഇതൊരു സത്യമാണെന്നും നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ യേശു ക്രിസ്തു വലിയവനാണെന്ന് പറയാറുണ്ട്. എന്തിനാ പറയാറുള്ളത്? അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും നിര പറയാറുണ്ട്. പറയുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ അത് കേൾക്കുന്നവൻ വിചാരിക്കും ഈ ക്രിസ്തുവിനേക്കാൾ വലിയ അത്ഭുതം ചെയ്യാൻ കഴിവുള്ളവനോ, ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പുകളോ, ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളോ ഇന്നുണ്ടാകുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്ഥാനത്തിന് ഇന്ന് പലപ്പോഴും കുറവ് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇന്ന് മക്കളൊക്കെ കർത്താവ് അല്ലെങ്കിലും വേറെ ദൈവമുണ്ടെന്നും കാര്യം നടന്നാൽ മതിയല്ലോ, എല്ലാ ദൈവവും ഒന്നാണെന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ക്രിസ്തുവിന് ഉപേക്ഷിക്കാനുള്ള കാരണം ഈ സ്നേഹം അന്വേഷിച്ചല്ല വരുന്നത്, പകരം എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ക്രിസ്തുവിനെ തേടി വന്നാൽ, അവൻ്റെ സ്നേഹത്തിന് നന്ദി പറയാൻ വന്നാൽ, അവൻ എന്നോട് ചെയ്ത ഉപകാരങ്ങൾക്ക് നീ നന്മയോടുകൂടി വന്നു കഴിഞ്ഞാൽ ദൈവം നിനക്ക് തരുന്ന ഗിഫ്റ്റാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ മറിയമാണ് അപ്പോസ്തലന്മാരെ ക്രിസ്തുവിൻ്റെ കൂടെ, മറിയം കൂടെ നടന്നിട്ടില്ല. മക്നല്ല മറിയുന്ന പേര്, വ്യഭിചാരി എന്ന പേര് കൂടെ കൊണ്ടു കിടക്കാൻ പറ്റുന്ന ആളല്ല. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ആ മറിയം അവളാണ് 3.5 വർഷം കൂടെ നടന്ന അപ്പോസ്തലനോട് സുവിശേഷം പറയാൻ പോയത്. അപ്പോൾ ആരാ സഹോദരങ്ങളെ സുവിശേഷം പറയുന്നത്? പാരമ്പര്യത്തിൽ ജനിച്ചവനല്ല, പാപമില്ലെന്ന് വിചാരിക്കുന്നവനല്ല, പുണ്യാളത്വം മഹത്വമല്ല സുവിശേഷം പറയാനുള്ള യോഗ്യത. പകരം എന്താണ്? അവൻ എന്നോട് ചെയ്ത സ്നേഹത്തിൻ്റെ അടയാളത്തിന്, ഞാൻ കൊടുക്കുന്ന അവൻ്റെ അന്വേഷണത്തിന് അവൻ തരുന്ന പ്രതിഫലമാണ് സത്യത്തിൽ സുവിശേഷം എന്ന് പറയുന്നത്. നമുക്കൊക്കെ ഇന്ന് സുവിശേഷം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഗിഫ്റ്റായിട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ അവാർഡായിട്ട് ഇത് മനസ്സിലാക്കുക. സുവിശേഷം പറയുക, അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത് സുവിശേഷം പറയുന്നത്, പ്രചരിപ്പിക്കുന്നത്, അവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്ന് പഠിപ്പിക്കാനുള്ള കാരണം ഇത് എല്ലാവർക്കും ചുമക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ബൈബിള് പഠിച്ചതുകൊണ്ടോ വ്യാഖ്യാനിക്കാനുള്ള ബുദ്ധിയുള്ളത് കൊണ്ടോ സുവിശേഷം പറയാൻ ആർക്കും പറ്റുമെന്ന് വിചാരിക്കേണ്ട. സ്നേഹമുള്ളവരെ, നിഷ്കളങ്കരായ മനുഷ്യർക്ക് സുവിശേഷം പറയാൻ പറ്റുന്നത് എന്തുകൊണ്ട്? അവനോടുള്ള സ്നേഹത്തെ പ്രതി. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കുന്നൊരു സാക്ഷ്യമുണ്ട്. ഈ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷകരുടെയും വൈദികരുടെയും ധ്യാനം നടക്കുകയാണ്. ആ ധ്യാനം നടക്കുന്ന സമയത്ത് ഫിലോ എന്ന് പറയുന്ന ഒരു സഹോദരി ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരു ക്ലാസ് എടുത്തു. ഈ ഫിലോ അവൾ മംഗലാപുരത്ത് ഒരു കന്യാസ്ത്രീ മഠത്തിൽ ആ കന്യാസ്ത്രീകളുടെ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. അവർക്ക് പാത്രം കഴുകി കൊടുക്കുക, അവരുടെ തുണി അലക്കുക. അവർക്ക് ഈ ഫിലോയ്ക്ക് എഴുത്തറിയില്ല, വായന അറിയില്ല, ഒന്നും വായിക്കാനൊന്നും അറിയത്തില്ല. മലയാളിയാണെന്ന് മാത്രം അറിയാം. പക്ഷേ ജീവിതം മുഴുവൻ കർണാടകയിലായി പോയി. ഈ ഫിലോ അവൾ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം അറിഞ്ഞു. അവൾക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തെ പ്രതി ദൈവം അവൾക്ക് കൊടുത്തൊരു ഗിഫ്റ്റാണ് ബൈബിള് വായിക്കാൻ പറ്റും, പക്ഷേ ബോർഡ് വായിക്കാൻ അറിയത്തില്ല. കോട്ടയം എന്നുള്ള ബസ്സിൻ്റെ ബോർഡ് വായിക്കില്ല, പക്ഷേ ബൈബിള് വായിക്കും. വേറെ ഒന്നും ഈ ഭൂമിയിൽ ഫിലോയ്ക്ക് വായിക്കാൻ അറിയില്ല. ഈ ഫിലോ ഇന്ന് ബിഷപ്സിന്, വൈദികർക്ക്, ശുശ്രൂഷകർക്ക് ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. യോഗ്യത എന്താണ്? സിസ്റ്റേഴ്സിൻ്റെ പാത്രം കഴുകിയതും സിസ്റ്റേഴ്സിൻ്റെ വസ്ത്രം കഴുകിയതാണ് യോഗ്യത. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ പാരമ്പര്യത്തിലും പുണ്യത്തിലും യോഗ്യതയൊക്കെ നമുക്ക് ഒത്തിരിയുണ്ട്. പക്ഷേ മരണത്തിന് മുമ്പ് 10 പേരോട് ഇത് കർത്താവാണെന്ന് പറയാനുള്ള ഒരു ധൈര്യം, ഒരു തൻ്റെയിടം, ഒരു സുവിശേഷത്തിൻ്റെ അഗ്നി നമുക്കൊക്കെ പൊട്ടാറുണ്ടോ? നമ്മളൊക്കെ മാക്സിമം പോയാൽ ധ്യാനകേന്ദ്രം വരെ വരും, എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് ചെയ്താൽ ചാരിറ്റി എന്തെങ്കിലും ചെയ്തേക്കും. പിന്നെ നമ്മുടെ ഒരു ജീവിതം മാത്രമേ നമുക്കറിയത്തുള്ളൂ. സുവിശേഷത്തിന് വേണ്ടി കത്തണമെങ്കിൽ ഇന്ന് നമ്മളൊക്കെ ഒത്തിരി പെന്തക്കോസ്ത് സഭകളെ കുറ്റപ്പെടുത്താറുണ്ട്, അല്ലെങ്കിൽ മറ്റു മിഷണറിമാരെ, സിസ്റ്റേഴ്സിനെ നമ്മളൊക്കെ നിന്നയോടെ കാണാറുണ്ട്, പുരോഹിതന്മാരെയൊക്കെ കാണാറുണ്ട്. വടക്കേ ഇന്ത്യയിൽ പോയിട്ട് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി ജീവിതം തീർത്തു കളഞ്ഞ എത്രയോ വിശുദ്ധന്മാരും എത്രയോ പുണ്യാളന്മാരും എത്രയോ നന്മയുള്ള മനുഷ്യരുമാണ് നമുക്കുള്ളതെന്ന് നമ്മളൊന്ന് പഠിക്കണം. നമ്മുടെയൊക്കെ മനസ്സ് കുറച്ചും കൂടി വിശാലമാകണം. യേശുവിനെ പ്രതി കഷ്ടതകൾ സഹിക്കുന്ന, യേശുവിനെ പ്രതി സുവിശേഷം പറയുന്ന, യേശുവിന് വേണ്ടി ജീവിക്കുന്ന എത്രയോ നല്ല മനുഷ്യരുണ്ടെന്ന് നമ്മളൊന്ന് പഠിക്കണം.
നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിന് കഴിയണമെങ്കിൽ ഈ മറിയത്തെ പോലെ അവൻ്റെ സ്നേഹം അന്വേഷിച്ച് എനിക്ക് വേണ്ടി ചെയ്തതിൻ്റെ ആ നന്ദി ഓർത്തുകൊണ്ട് വേണം നമ്മളൊക്കെ ഒന്ന് പിഞ്ചെല്ലാൻ വേണ്ടിയിട്ട്. ഈ സുവിശേഷം കയ്യിലെടുക്കാനുള്ള യോഗ്യത അവൻ്റെ സ്നേഹത്തിന് പിഞ്ചൊല്ലുക എന്നത് മാത്രമാണ്. അപ്പോസ്തലനായ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? എന്താ ചോദ്യം? ഉവ്വ് കർത്താവേ, എങ്കിൽ എൻ്റെ ആടുകളെ മേയ്ക്കുക. ആ മഗ്ദലന മറിയത്തോട് കർത്താവ് ചോദിച്ചു, ആ കല്ലറയിലിരിക്കുന്ന പോലീസുകാരെക്കാളും, ആ കല്ലറയിൽ കാവലിരിക്കുന്ന യഹൂദന്മാരെക്കാളും, ആ കല്ലറയിൽ നിന്ന് ഓടിപ്പോയ ശിഷ്യന്മാരെക്കാളും, ആ കല്ലറയിൽ ആ പ്രതികൂല സാഹചര്യങ്ങളിൽ ഭയത്തിൽ നിൽക്കുന്ന അവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ ആ മറുപടിക്ക് ക്രിസ്തു കൊടുത്ത ദൗത്യമാണ്, എൻ്റെ അപ്പോസ്തലന്മാരോട് നീ പോയി സുവിശേഷം പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓശാന ഞായറാഴ്ച അപ്പോസ്തലന്മാർ അവർ ഓശാന പാടിക്കൊണ്ടിരുന്നപ്പോൾ ചില പ്രമാണിമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആ പ്രമാണിമാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരുന്നാൽ, ഈ കുഞ്ഞുങ്ങൾ മിണ്ടാതിരുന്നാൽ ഇതാ കല്ലുകൾ ആർത്തു വിളിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2000 വർഷം പഴക്കമുള്ള സഭയെ, ഈ ഭാരത സഭയെ, ഈ ഭാരതത്തെ, ഈ കേരളത്തെ, ഈ ചുറ്റുപാടുകളെ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇന്ന് സുവിശേഷം പറയാനുള്ള നട്ടല് നമുക്കില്ല. ഇന്ന് രാഷ്ട്രീയക്കാർക്ക് നമുക്ക് മക്കളെ കൊടുക്കാനുണ്ട്, അടിപിടി കേസിന് മക്കളെ കൊടുക്കാനുണ്ട്, പ്രേമത്തിന് മക്കളെ കൊടുക്കാനുണ്ട്. ഇന്ന് എല്ലാ തോന്നിവാസികൾക്കും മയക്കുമരുന്നായിക്കോട്ടെ, കഞ്ചാവായിക്കോട്ടെ, ലഹരി മരുന്നുകൾക്കായിക്കോട്ടെ നമ്മുടെ മക്കളുടെ പ്രാതിനിധ്യം അവിടെയുണ്ട്. എന്നാൽ സുവിശേഷത്തിന് വേണ്ടി ഒരു സന്യാസിയാവാൻ, ഒരു കന്യാസ്ത്രീയാവാൻ, ഒരു പുരോഹിതനാകാൻ നമ്മുടെ മക്കളെ നമുക്ക് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയോ സഭയുടെ അധപതനത്തിൻ്റെയോ കാരണമല്ല. പകരം ഈ കർത്താവിൽ നിന്ന് അവൻ തന്ന സ്നേഹത്തിൻ്റെ ജ്വലനം, അവൻ എനിക്ക് വേണ്ടി ചെയ്ത സ്നേഹത്തിൻ്റെ ജ്വലനം എനിക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് സുവിശേഷം ഏറ്റെടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ലെന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വലിയ പുണ്യാളന്മാരൊന്നും പത്രോസും പൗലോസൊന്നും നമ്മളായില്ലെങ്കിലും ഈസ്റ്റർ കഴിയാൻ നേരത്ത് ആ മഗ്ദലന മറിയെങ്കിലും മിനിമം ആയാൽ മതി. പത്രോസ് ആയില്ലെങ്കിലും പൗലോസ് ആയില്ലെങ്കിലും യോഹന്നാനായില്ലെങ്കിലും ആ മഗ്ദലന മറിയം, പേര് പറയാൻ നാണങ്ങളുണ്ടാവുന്ന, കൂട്ടത്തിൽ കൂടാൻ പറ്റാത്ത ആ സാധനം, പക്ഷേ അവൾ ക്രിസ്തുവിനെ തേടിയപ്പോൾ ആദ്യത്തെ വിശുദ്ധിയായി തീർന്നു, ആദ്യത്തെ സുവിശേഷകയായി തീർന്നു, ആദ്യത്തെ അപ്പോസ്തലയായിട്ട് അവർ തീർന്നു. നമുക്കും ശുശ്രൂഷകളെല്ലാം നമ്മൾ ഏറ്റെടുത്ത് പഠിച്ച് ധ്യാനിച്ച് അവൻ്റെ സ്നേഹം മനസ്സിലാക്കി ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം കോഴിയുടെ മേൽ മറിയാനല്ല പോകേണ്ടത്. പകരം അപ്പോസ്തോലിക ദൗത്യവുമായിട്ട് ബൈബിളുമായിട്ട് നമ്മൾ ഇറങ്ങണം. ഒരാഴ്ച മുഴുവൻ ഈ ഹാശാഴ്ചയുടെ മുഴുവൻ ശുശ്രൂഷകളുടെയും അർത്ഥം മനസ്സിലാക്കിയപ്പോൾ അവൻ എന്നോട് ചെയ്ത സ്നേഹത്തിന് ഞാൻ എന്ത് ചെയ്യും? പകരം ഞാൻ എന്ത് ചെയ്യും? അവന് വേണ്ടി ഞാൻ ജീവിക്കും, അവൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് യോഗ്യരാക്കട്ടെ. ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കട്ടെ, ഈ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കട്ടെ. അവൻ എനിക്ക് എന്തെങ്കിലും ചെയ്തു തന്നതല്ല, യേശുവിൻ്റെ അപ്പൻ്റെ ഒപ്പം എന്നെ ഇരുത്താൻ അവൻ എനിക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി. ആ സ്നേഹമാണ് നമ്മുടെ കണ്ണ് നിറയേണ്ടത്. യേശു എന്ന വാക്ക് പറയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറയണം. എന്തിനാണ്? അവൻ കുരിശിൽ കയറിയത് അവൻ്റെ പാപത്തിന് വേണ്ടിയിട്ടല്ല, അവൻ എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, പകരം എന്നെ അവൻ്റെ ഒപ്പം ഇരുത്താൻ അവൻ ആഗ്രഹിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ മകൻ്റെ മകനായ ആ യേശുവിൻ്റെ സ്ഥാനത്ത് എന്നെ ഇരുത്താൻ അവൻ ആഗ്രഹിക്കുന്നു. നമുക്കതിനു വേണ്ടി ഒരുങ്ങാം. Somebody